Hi everyone, Business Budsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് നമുക്ക് പിക്കപ്പ് ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറയുന്നത് ഡെലിവറി ആണ്. ഷിപ്പ് റോക്കറ്റ് ഒക്കെ പോലെയുള്ള മറ്റ് കൊറിയർ ഡെലിവറി ആപ്പും അവൈലബിൾ ആണ് കേട്ടോ. ഞാനിവിടെ ഡെലിവറി ആണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഏത് ആപ്പാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡെലിവറി ആപ്പ് ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡിൻ്റെ സർവീസബിലിറ്റി ഒക്കെ അനുസരിച്ചിട്ട് ഓരോ ആപ്പും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ആപ്പ് നിങ്ങളുടെ ഏരിയയിൽ പിക്കപ്പ് സർവീസബിൾ അല്ല എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ആപ്പ് ട്രൈ ചെയ്യാവുന്നതാണ്. ബേസിക്കലി എല്ലാതും ഇതേ സെയിം രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡെലിവറിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം. നമുക്ക് കണ്ടിന്യൂ അടിക്കാം. എൻ്റെ ഈ മൊബൈൽ നമ്പർ എന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിനകത്തേക്ക് വരുന്ന OTP നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. OTP നൽകിയതിന് ശേഷം നമുക്കിവിടെ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ഇമെയിൽ ID-യും എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സ്റ്റാർട്ട് ടൂർ അടിക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡെലിവറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ ടു മീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ കാണാം. ഫ്രം മീ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മൾ അയച്ചിട്ടുള്ള ഡെലിവറീസൊക്കെ പാക്കേജസൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഒരു പുതിയ പിക്കപ്പിനായിട്ട്, അതായത് നമുക്കൊരു പാക്കേജ് അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഷിപ്പ് നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആഡ് പിക്കപ്പ് അഡ്രസ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏത് അഡ്രസ്സിൽ വന്നിട്ടാണ് അവരത് പിക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആഡ് ന്യൂ അഡ്രസ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ നെയിം, മൊബൈൽ നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സിറ്റിയും സ്റ്റേറ്റും ലോഡായിട്ടുണ്ട്. ഇനി നമുക്ക് സേവ് ആസ് എന്ന ഓപ്ഷനിൽ ഹോമാണോ വർക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആഡ് പിക്കപ്പ് അഡ്രസ്സ് അടിക്കാം. നമുക്കിവിടെ അഡ്രസ്സ് ആഡ് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഏത് അഡ്രസ്സിലേക്കാണ് ഈ കൊറിയർ അയക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡെലിവറി അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിൻ്റെ നെയിമും അതുപോലെ അഡ്രസ്സും പിൻകോഡ്, സിറ്റി, സ്റ്റേറ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആഡ് ഡെലിവറി അഡ്രസ്സ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പിക്കപ്പ് അഡ്രസ്സും ഡെലിവറി അഡ്രസ്സും ആഡ് ആയതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ അടിക്കാം. ഇവിടെ നമുക്ക് നമ്മുടെ പാക്കേജിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എത്ര സൈസ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു അയക്കാനുള്ള പാക്കേജ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എത്ര വെയിറ്റ് ആണ് അത് വരുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാറ്റഗറിയും സബ് കാറ്റഗറിയും സെലക്ട് ചെയ്യുക. ഏകദേശം എത്രത്തോണ്ട് വാല്യൂ വരുന്ന പാക്കേജാണിതെന്ന് വെച്ചാൽ അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻ കേസ് ഈ ഒരു പ്രൊഡക്റ്റ് ലോസ് ആയി പോവുകയോ അല്ലെങ്കിൽ ഡാമേജ് ആവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അനുസരിച്ച് നിങ്ങൾക്കത് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 രൂപയ്ക്ക് ഒരു അഡീഷണൽ, അതായത് 2000 രൂപയോളം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പ്രൊഡക്റ്റ് കവേർഡ് ആണോ എന്നറിയാനായിട്ട് സി വാട്ട് ഈസ് കവേർഡ് എന്ന ഒരു ലിങ്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏത് ദിവസമാണ് പിക്കപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു സമ്മറി പോലെ നമുക്ക് ലഭിക്കും. എന്തൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എല്ലാം കറക്റ്റ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇനി വെരിഫിക്കേഷൻ ID ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് താഴെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ 1 ടൈം വെരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എത്രയാണ് ഈ ഒരു
ഡെലിവറി ചെയ്യാനായിട്ട് വരുന്ന എമൗണ്ട് എന്നും അതുപോലെ ഏത് ടൈപ്പിലാണത് ഡെലിവറി ചെയ്യുന്നതെന്നുള്ളതും. അതായത് സർഫേസ് ആണ്, ഇത് നിയർ ബൈ ഉള്ളൊരു പിൻകോഡ് ആയതുകൊണ്ട് തന്നെ അതൊരു സർഫേസ് ഡെലിവറി ആണ്. എത്ര ദിവസത്തിലാണ് അവർ ഡെലിവറി ചെയ്യാന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രൊസീഡ് ടു പേ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു എമൗണ്ട് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ പിക്കപ്പിനായിട്ട് നമ്മുടെ അടുത്തുനിന്ന് പെർട്ടിക്കുലർലി വേറൊരു എമൗണ്ട് ഒന്നും ചാർജ് ചെയ്യുന്നില്ല, ഫ്രീ പിക്കപ്പാണ്. നമുക്ക് റേസർ പേ ഉപയോഗിച്ചുകൊണ്ടാണ് പേയ്മെൻറ്റ് ചെയ്യാവുന്നത്. പേയ്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ UPI ഉപയോഗിച്ചുകൊണ്ടോ നെറ്റ് ബാങ്കിങ്ങോ വാലറ്റോ പേ ലേറ്റർ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേ നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള സ്ക്രീൻ അവൈലബിൾ ആയിരിക്കും. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പിക്കപ്പ് ഡേറ്റ് ആണോ കൊടുത്തതെന്ന് വെച്ചാൽ ആ ഒരു ദിവസം തന്നെ ഡെലിവറി പാർട്ട്നേഴ്സ് വന്നിട്ട് നമ്മുടെ ഐറ്റം പിക്ക് ചെയ്യുന്നതാണ്. ഇതിനായിട്ട് നമ്മൾ ലേബിൾസ് പ്രിൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ ഐറ്റം പാക്ക് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ശരി, അവരുടെ കൊറിയർ ബാഗിൽ റീപാക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തന്നെ അവർ അവരുടെ ബ്രാൻഡഡ് കൊറിയർ ബാഗിലോ അല്ലെങ്കിൽ എൻവലപ്പിലോ പാക്ക് ചെയ്ത് അയക്കുന്നതാണ്. അപ്പോൾ ഇത് ലേബിൾ ചെയ്യുന്ന കാര്യത്തിലോ പ്രിൻ്റ് ചെയ്യുന്ന കാര്യത്തിലോ ഒന്നും നിങ്ങൾ വരീഡ് ആവേണ്ട ആവശ്യമില്ല, അത് കംപ്ലീറ്റ്ലി അവർ തന്നെ ടേക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത്. പ്രത്യേകിച്ച് ഒരുപാട് ഓർഡേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ എല്ലാം പാക്ക് ചെയ്ത് ലേബിൾ ചെയ്ത് പിന്നെ അത് ഡെലിവറി ചെയ്യുന്ന ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലുള്ള പിക്കപ്പ് സൗകര്യം കൂടി ഒരുക്കുന്ന ആപ്സിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ പിൻകോഡ് സർവീസബിൾ ആണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഞാനിപ്പോൾ നിലവിൽ ബാംഗ്ലൂരാണുള്ളത്. ഇവിടെയൊക്കെ ഈ ഇത്തരത്തിലുള്ള ആപ്സിനെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് എത്രത്തോണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ള കാര്യം നിങ്ങൾ തന്നെ നോക്കണം കേട്ടോ. മറ്റ് കൊറിയർ പാർട്ട്നേഴ്സിൻ്റെ റേറ്റ്സ് ഒക്കെ കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ആപ്പിലാണ് ഒരു അഫോർഡബിൾ റേറ്റ്സ് എന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റേറ്റ് വൈസ് കമ്പാരിസൺ ചെയ്തിട്ട് ഇന്ന ആപ്പാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊന്നും പറയാനുള്ള അത്രയും ആപ്സ് ഒന്നും ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഈ ഒരു ചാനലിലൂടെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസിൻ്റെ സജഷൻസും നിങ്ങൾക്ക് എന്നെ താഴെ കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.